ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മുടെ സംഹിത 2.0 IPC നിന്ന് BNSലേക്ക് വന്നപ്പോഴുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഔട്ട്ലൈൻ, ഒരു ചർച്ച നടത്തിയിരുന്നു അല്ലെ, എന്തൊക്കെയാണ് ആ പ്രകടമായ മാറ്റങ്ങളെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ കുറ്റകൃത്യങ്ങളിലെ വ്യത്യസ്തതകളെ കുറിച്ചാണ്, IPCയിലും BNSലും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളിലുള്ള വ്യത്യസ്തതകളെ കുറിച്ച് നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെയുള്ളത് ടോബി സാറ് തന്നെയാണ്. സാറേ, വീണ്ടും നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കുറ്റകൃത്യങ്ങളിലെ വ്യത്യസ്തത. ശരിക്കും എനിക്ക് ഇക്കാര്യത്തിലും കുറച്ച് സംശയമുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ഞാൻ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊരു സാധനമാണ്. സാർ അവിടെ ഒരു ഹിന്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, കുറ്റകൃത്യങ്ങൾ പലതും പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ എനിക്കുണ്ടായൊരു സംശയമാണ് സാർ, ഈ മോഷണം, കവർച്ച, റോബറിയും തെഫ്റ്റും അങ്ങനെയല്ലേ പറയാം. അപ്പൊ മോഷണം, കവർച്ച എന്റേന്നല്ല, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേരുടെയും ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് മോഷണവും കവർച്ചയും ഒന്ന് തന്നെയാണ്. നമ്മൾ ഒരേ പേരിട്ട് വിളിക്കുന്നത്, നമ്മളിലെ എന്താ പറയുന്നത്, പര്യായം എന്നൊക്കെ പറയണ പോലെ ഒരേ പേരിട്ട് വിളിക്കുന്നു, രണ്ടും ഒരേ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം ഞാനൊരാളുടെ വസ്തു, ഇപ്പോൾ സാറിൻ്റെ എന്തെങ്കിലും ഒരു വസ്തു ഞാൻ മോഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനത് സാറിൻ്റെ അനുവാദം ഇല്ലാതെ എടുക്കുകയാണ്, അതെന്താകും, മോഷണമോ കവർച്ചയോ ഒക്കെ ആകും, ഒരേ പേരിട്ട് വിളിക്കാൻ പറ്റുന്നതാണ് എന്നാണ് എൻ്റെ ധാരണ, കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളുടെയും ധാരണ. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് സാറ് കുറച്ച് മുമ്പ് എന്നോട് നമ്മൾ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് സാറേ ശരിക്കും മോഷണം എന്താണ്, കവർച്ച എന്താണ്, അല്ലെങ്കിൽ റോബറിയും തെഫ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞാൽ. ഇവിടെ ശരിക്കും മോഷണത്തിനായാലും കവർച്ചയ്ക്കായാലും ഈ കുറ്റകരമായ ദുരുദ്ദേശ്യം എന്നൊരു കാര്യമുണ്ട്. തെറ്റായ ദുരുദ്ദേശ്യം തെറ്റാണ് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. തീർച്ചയായിട്ടും ഒരാളുടെ സാധനം അയാളുടെ അനുവാദം എടുക്കുന്നത് അറിയാമല്ലോ, പിന്നെ അയാളുടെ സാധനം അയാൾ അറിയാതെ എടുത്തുകൊണ്ട് പോവല്ലേ. ഓക്കെ, ഇനി മോഷണം എന്ന് പറയുമ്പോൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് സ്ഥാവര ജംഗമം. സ്ഥാവരം എന്താണ്? സ്ഥാവരം എന്ന് പറയുമ്പോൾ ചലിക്കാത്തതാണ്. അപ്പൊ ജംഗമം എന്തായിരിക്കും? ചലിക്കുന്നതാണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിസ്സിന്റെ ഒരു മോതിരം ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, മിസ് വെള്ളം കുടിക്കാൻ പോയ ഗ്യാപ്പിൽ എനിക്ക് ആ മോതിരത്തിൽ നോട്ടമുണ്ട്, ആ സാധനം എടുത്തുകൊണ്ട് പോയി വിറ്റ് കഴിഞ്ഞാൽ എന്റെ കീശയെ പൈസ ഇരിക്കും. ഓക്കെ ആണല്ലോ. ഈ സാധനം അവിടെ ഇരിക്കുമ്പോൾ മിസ് വെള്ളം കുടിക്കാൻ പോയ ഗ്യാപ്പിൽ ഇത് അറിഞ്ഞുകൊണ്ട് മിസ് വെള്ളം കുടിക്കാൻ പോയി വരാൻ ഇത്ര സമയം എടുക്കും, ഞാൻ ഈ സാധനം അടിച്ചുകൊണ്ട് പോകുന്നു, അത് മോഷണമായി. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ സാധനം ഇവിടെ ഇരിക്കുന്നു, മിസ് വെള്ളം കുടിക്കാൻ പോകുന്നില്ല, ഞാൻ ഈ മോതിരത്തിൽ കയറി പെട്ടെന്ന് കൈവച്ചു, മിസ് പെട്ടെന്ന് എന്നെ തടുക്കുകയാണ്, പ്രതിരോധിക്കുകയാണ്. അപ്പൊ ഞാൻ മിസ്സിന്റെ അടിയായിരുന്നു, നല്ലൊരു അടിയാണ്. ആ അടിയിൽ മിസ്സിന്റെ തല എന്ന ഇവിടുത്തെ ചെവരിൽ ഇടിച്ചു പരിക്കേറ്റു എന്ന് വിചാരിച്ചാൽ അത് കവർച്ചയായി. കാരണം മിസ്സിന് പരിക്കേറ്റു, ശാരീരിക ഉപദ്രവം ഉണ്ടായി, ശാരീരിക ഉപദ്രവം ഉണ്ടായി. ഒരാളുടെ വസ്തു അയാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ അസാന്നിധ്യത്തിൽ എടുക്കുമ്പോൾ അത് മോഷണമാകും, അല്ലെങ്കിൽ അയാളുടെ അനുവാദം ഇല്ലാതെ ഇത് എടുക്കുമ്പോൾ അത് മോഷണമാകും. പക്ഷേ ആ ശ്രമത്തിന്റെ ഇടയിൽ അയാളെ പരിക്കേൽപ്പിക്കുക, അയാൾക്ക് ശാരീരികമായ ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ അത് കവർച്ചയായിട്ട്, റോബറി അല്ലേ. മോഷണം, തെഫ്റ്റും റോബറി കവർച്ചയുമാണ് അല്ലേ സാറേ. അതെ, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മോഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെ വിചാരമുണ്ട്, ചിലപ്പോൾ ജീവനില്ലാത്ത വസ്തുവായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഒരു സാധനം ഇരിക്കുന്നു എടുത്തോളൂ. ശരിക്കും ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അതായത് ഒരു പറമ്പിൽ നിൽക്കുന്ന ഒരു മരം സങ്കല്പിക്കുക, നല്ലൊരു തേക്ക് മരം. ഓക്കെ, നല്ല തേക്ക് മരം, അതിന്റെ കാതൽ കണ്ടാൽ തന്നെ അറിയാം നല്ല പൈസയും കിട്ടും. ഓക്കെ ആണല്ലോ. ഈ സാധനം അത് ഭൂമിയിൽ നിന്ന് വേർപെടുത്താതെ നിൽക്കുമ്പോൾ അതെന്താണ്? അതൊരു സ്ഥാവര വസ്തുവാണ് അല്ലേ. എന്നാൽ മറ്റേ അതിന്റെ ഓണറിന്റെ അനുവാദമില്ലാതെ അതിന്റെ കടക്കൽ കത്തി വെച്ച് അത് താഴെ വീഴുന്ന നിമിഷം അതെന്തായി? തടിയായി, ജംഗമ വസ്തു, അത് മോഷണ വസ്തുവും കൂടെ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ആരാന്റെ പറമ്പിൽ കയറി ഒരു തേക്കോ അല്ലെങ്കിൽ തെങ്ങ് മുറിക്കുക, തേങ്ങ ഇടുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മോഷണമായിട്ട്. തീർച്ചയായിട്ടും അത് ശരിക്കും മോഷണം തന്നെയാണ്. തേങ്ങാ മോഷണം എന്ന് നമുക്ക് പറയാം, തേങ്ങാ കവർച്ചയല്ല. ഒരിക്കലും അല്ല. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല. അതൊന്നും പറയേണ്ട കാര്യം സാറേ, മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല. അപ്പം മാധവൻ കട്ടത് എന്ന് പറയുമ്പോ കവർച്ചയല്ലേ. മാധവൻ കവർച്ച ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഒരിടത്ത് പോലും മാധവൻ ആർക്കും ശാരീരികമായി ഉപദ്രവത്തെ ഏൽപ്പിച്ചിട്ടില്ല അല്ലേ. പുള്ളി ചെയ്ത കാര്യം എന്താണ്? പുള്ളി അവിടെ നിന്ന് ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന് ഉദ്ദേശ്യമുണ്ട് അയാൾ കൊണ്ടുവന്നു. അത് മോഷണമാണ്. മാധവൻ കട്ടതല്ല, മാധവൻ മോഷ്ടിച്ചതാണ്, മാധവൻ കട്ടതല്ല. രുക്മിണിയുടെ അരഞ്ഞാണൊക്കെ എടുത്തോണ്ട് പോകുന്നതൊക്കെ മോഷണമാണ് സുഹൃത്തുക്കളെ. അത് അത് ശരിയാണ്. അത് രുക്മിണിയുടെ പൊസഷനിൽ ഇരിക്കുന്നതാണ്, രുക്മിണിയിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്നതാണ്, അത് മോഷണമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇതിനെ തിരിച്ച് ചിന്തിച്ചു നോക്കിയേ,
രുക്മിണിക്ക് ശാരീരികമായി പരിക്കേൽപ്പിക്കുന്നു. അവിടെ പെട്ടെന്ന് എന്താ പറയാ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം രുക്മിണിയുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ അതെന്തായി കവർച്ചയായി. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, അവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു മുറിവ് കാണാൻ പറ്റും. ആ മുറിവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാരകമായിട്ടാണോ മാരകമല്ലാത്താണോ ആഴമെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെ, തീർച്ചയായിട്ടും. സാർ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാർ കുറച്ചും ഒരു ഉദാഹരണം പറഞ്ഞു, എന്റെ മോതിരം ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കാനോ ഒക്കെ പോവാണ്, അപ്പൊ സാർ അത് എടുക്കാണ്. സാറിന് പകരം ഒരു കുട്ടിയാണ് അത് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കുട്ടി വന്നിട്ട് അത് എടുത്തിട്ട് പോവാണ്, അപ്പൊ അത് മോഷണമാകുമോ? എന്റെ ഒരു സംശയമാണ്. കുട്ടികളല്ലേ ഇവിടെ കുട്ടി എന്ന് പറയുമ്പോൾ, നമ്മൾ കുട്ടി എന്ന് IPC പറയുമ്പോൾ അല്ലെങ്കിൽ BNS പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അവിടെ രണ്ട് സെക്ഷനായിട്ട് നമുക്ക് വേർതിരിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടി എന്ന് പറയുമ്പോൾ 7 വയസ്സിന് താഴെയുള്ള കുട്ടിയെന്നുണ്ട്, 7 വയസ്സ് മുതൽ 12 വയസ്സിന് വരെയുള്ള കുട്ടിയെന്നും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഈ 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ആണ് ഈ മോതിരം എടുക്കുന്നതെങ്കിൽ അവനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് ഡോളി ഇൻകപ്പാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എ ചൈൽഡ് ഈസ് ഇൻകേപ്പബിൾ ഫോർ ഡൂയിങ് എ ക്രൈം എന്നാണ് പറയുന്നത്. അതായത് 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് അതൊരു കുറ്റകൃത്യമാണെന്ന ധാരണയോടുകൂടി ചെയ്യാൻ കഴിവില്ല. കാരണം അവൻ അറിയില്ല, ആ കുട്ടിക്ക് അറിയില്ല. കാരണം ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് മൂല്യമുള്ള വസ്തുവാണ്, ഇതിനിപ്പോ മാർക്കറ്റ് ഇത്ര രൂപ കിട്ടും, വില ഒന്നും കുട്ടിക്ക് അറിയില്ല. കൗതുകത്തിന്റെ അവൻ ആ കൗതുകത്തിന്റെ പുറത്ത് എടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയും കളയാൻ കൊണ്ടുപോയിരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ സിറിഞ്ച് സൂചി മാറ്റി കഴിയുമ്പോൾ ആ സിറിഞ്ചിനോടൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അതെടുത്തോണ്ട് കയറി ആ വാഴമേലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ ചെയ്ത് കാണിക്കുക, അതൊക്കെ നമ്മുടെ കൗതുകമാണ്. 12 വയസ്സിന് മുകളിൽ പണിയിട്ട് വരുന്നത്. അതെ, കുട്ടിക്കാലത്താണ്. സാർ പറഞ്ഞ് 7 വയസ്സിന് താഴെ തന്നെ പ്രായമുള്ളപ്പോഴാണ്. അപ്പൊ അത് കൗതുകത്തിന്റെ പുറത്താണ്, അതൊരിക്കലും നിയമത്തിന്റെ മുമ്പിൽ കുറ്റകൃത്യമില്ല. കാരണം അത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു സാധനം കാണുന്നു, അവിടെ കുട്ടിക്ക് ഈ പറയുന്ന പോലെ അതെടുത്താൽ ഇത് മോഷണമാവും, അല്ലെങ്കിൽ അവർക്ക് അത് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി ഒന്നും കുട്ടിക്ക് അറിയില്ല. അദ്ദേഹം എടുത്തോണ്ട് പോകുന്നു, അത്രേ ഉള്ളൂ, കഴിഞ്ഞ എന്റെ. 7 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഈ 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടി നമ്മൾ പറയുമ്പോൾ എല്ലാ കുട്ടികളും ഇതിനകത്ത് ലയബിൾ ആവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഈ 7 മുതൽ 12 വയസ്സെന്ന് പറയുമ്പോഴും കുട്ടി ചെയ്തതിന്റെ ഇന്റൻസിറ്റി കുട്ടിക്ക് അറിവുണ്ടായിരിക്കണം. അതായത് തീർച്ചയായിട്ടും ഇപ്പൊ കുട്ടിക്ക് ഈ പറഞ്ഞ മോതിരം എടുക്കുമ്പോൾ കുട്ടിക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം കൊണ്ടുപോയാൽ ഒരു 100 രൂപയെങ്കിലും കിട്ടുമെന്ന്, ഒരു 100 രൂപയെങ്കിലും കിട്ടുമെന്ന് അവൻ അറിവുണ്ടെങ്കിൽ അത് കുറ്റകൃത്യം തന്നെയാണ്. അത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കുട്ടികളായിക്കോട്ടെ, കുട്ടികളുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ വന്നു. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഈ പ്രായമായവര് അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ഈ മോഷണത്തിനകത്തൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടോ? മാനസിക വൈകല്യം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ പറയുന്ന പോലെ അത്തരത്തിൽ ചിന്തിക്കുന്ന അല്ലെ അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അയാൾ ഈ പറഞ്ഞ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് തെളിയിക്കേണ്ട ചുമതലയും അയാൾക്ക് തന്നെയാണ്. അത് പ്രൂവ് ചെയ്തേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. കാരണം അയാളുടെ പ്രായം കണക്കിലെടുക്കും, കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഇത്തരത്തിൽ അൺസൗണ്ട് മൈൻഡ്, ഇൻസൈൻ പേഴ്സൺ എന്ന് നമ്മൾ പറയാം. ഇൻസൈൻ പേഴ്സണായിട്ട് ചിന്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കായിരിക്കുന്ന മോതിരത്തിന്റെ മാർക്കറ്റ് വിലയെ പറ്റി അറിയില്ല, അയാൾക്ക് ഒന്നും തന്നെ അറിയില്ല. അയാൾ ഫുള്ളൊരു ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ആ സാധനം അയാൾ എടുത്തുകൊണ്ട് പോയിട്ട് ഈ പറയുന്ന പോലെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവനെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള കാര്യമാണത്. അപ്പം ഇയാളെ പിടിക്കുന്നു, അടിക്കുന്നു, മനസ്സിലായില്ലേ, അയാൾക്ക് പരിക്കേൽപ്പിക്കുന്നു, നമ്മൾ പ്രേക്ഷകർ കരയുന്നു. ഇതൊക്കെ നിത്യ സംഭവമാണ്. ശരിക്കും നമ്മളിതൊരു നിയമത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അയാൾക്ക് അത് എടുക്കുന്ന ആ ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ അൺസൗണ്ട് മൈൻഡിലാണ് അദ്ദേഹം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ അടിച്ചതിന്റെ പേര് വേണം നമുക്ക് കേസാവും. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ മോഷണം, കവർച്ച, മോഷണം എന്ന് പറഞ്ഞാൽ തെഫ്റ്റ് ആണ്, കവർച്ച എന്ന് പറഞ്ഞാൽ റോബറിയാണ്. രണ്ടും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. രണ്ടും 2 തരത്തിൽ ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങളാണ്. മോഷണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വസ്തു അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബോധപൂർവ്വം നമ്മൾ അതിനെ എടുക്കുന്നു. ഇനി കവർച്ചയാകട്ടെ അഥവാ റോബറി എന്ന് പറയുന്നത് ഇത് തന്നെ ഒരാളുടെ സാന്നിധ്യത്തിൽ അയാളുടെ വസ്തു നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയും അത് എടുക്കാൻ വേണ്ടി ആ പറയുന്ന വ്യക്തിയെ നമ്മൾ ശാരീരികമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാറേ, അപ്പോൾ ഒരു ഡൗട്ടോടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ റോബറി കവർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരാളെ ഉപദ്രവിച്ചു, നമ്മൾ പറഞ്ഞില്ലേ തല പോയി ഇടിച്ചു പൊട്ടി മുറിവുണ്ടായി, ആ മുറിവ് കുറച്ചുകൂടെ ഡീപ്പായി ആ ആള് മരിച്ചു പോവുകയാണെങ്കിൽ, ആ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ, കവർച്ചാ ശ്രമത്തിനിടയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അത്
നരഹത്യ പല വിധമുണ്ടല്ലോ. അത് മനഃപൂർവ്വമായ നരഹത്യയാണോ അതോ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണോ, അത് ഏത് പരിധിയിൽ പെടും? ശരിക്കും നമ്മൾ ഈ കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ എന്നുള്ളതാണ് ഇപ്പം മിസ് ഇപ്പോൾ അഡ്രസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് മറ്റൊരു സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. വളരെ ഇതുപോലെ അത് എലാബറേറ്റ് ആയിട്ട് ടോപ്പിക്കാണ് കേട്ടോ, എലാബറേറ്റ്. കാരണം നേരിയ ഒരു വ്യത്യാസം മാത്രമുള്ള ഒരു പക്ഷേ അതിപ്പോൾ പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറയാം. ശരിക്കും കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ എന്നുള്ള നേരിയൊരു വ്യത്യാസം കിടക്കുന്ന ഒരു കാര്യമാണ്. ഇത് സംഭവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു കുറ്റകൃത്യത്തിന്റെ ഇന്റൻസിറ്റി കണ്ടിട്ടാണ് അത് മർഡർ ആണോ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ്. നമുക്കത് തീവ്രതയുണ്ട്, അത് കുറച്ച് പറയാനും ഉണ്ട് അതിനെപ്പറ്റി. ഓക്കെ, അപ്പോൾ അതവിടെ നമുക്കത് അടുത്തൊരു എപ്പിസോഡിലേക്ക് പോവാം അല്ലെ. അപ്പോൾ നമ്മൾ ഇന്ന് റോബറി എന്താണ്, തെഫ്റ്റ് എന്താണ്, അതായത് മോഷണം എന്താണ്, കവർച്ച എന്താണെന്ന് കൃത്യമായിട്ട് ടോബി സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വന്നൊരു സംശയമാണ്, മനഃപൂർവ്വമായ നരഹത്യയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും, മേർഡറും കൾപ്പബിൾ ഹോമിസൈഡും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ സംഹിത 2.0 ഞങ്ങളുണ്ടാകും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. താങ്ക് യു.